ഫ്രൈഡേ എന്ന സിനിമയുമായി മലയാളത്തിലെ ന്യൂ ജനറേഷൻ തരംഗങ്ങളിൽ കയറിക്കൂടിയ സംവിധായകൻ ലിജിൻ ജോസ് ആണ് ലോ പോയിന്റിന് പിന്നിൽ. സ്വന്തമായി ഒരു ചിത്രം സംവിധാനം ചെയ്തുവെന്ന ആത്മഹർഷം ലിജിൻ ജോസിന് സൃഷ്ടിച്ചു കൊടുത്തതിനപ്പുറം എന്തെങ്കിലും ആയിരുന്നു ഫ്രൈഡേ എന്ന് തോന്നുന്നില്ല. നിർഗുണമായ കാഴ്ചകൾ കൊണ്ട് ഒരു ഡ്രൈ ഡേ ആയിപ്പോയ അതേ അവസ്ഥയാണ് ലോ പോയിന്റിനും. കഷ്ടിച്ച് 100 മിനിറ്റിൽ താഴെയുള്ളൂ പടം. പക്ഷെ 4 മണിക്കൂറിലേറെയുണ്ടെന്ന് തോന്നിക്കും. ഇന്റർവെല്ലിന് ശേഷം പടം 40 മിനിറ്റേ ഉള്ളൂ. അതിൽ അവസാനത്തെ 15 മിനിറ്റ് ചടുലമാണ്. അതുവരെ ഒരു മണ്ടൻ പടം കണ്ടല്ലോ എന്ന് കരുതി കാശ് പോയതോർത്തിരിക്കുന്നവരെ ട്വിസ്റ്റുകളുടെ ആറാട്ടുകൊണ്ട് ഞെട്ടിക്കും. വാലേ വാലേ ട്വിസ്റ്റ് വരുന്നത് കണ്ട് ഞെട്ടിത്തെറിക്കുന്നവർക്ക് ഞെട്ടൽ പനി ഒന്നും വരാതിരുന്നാൽ ഭാഗ്യം. ക്ലൈമാക്സിൽ സിനിമയ്ക്ക് സംഭവിക്കുന്ന യു-ടേൺ തീർച്ചയായും ആസ്വാദികരമാണ്. അത്രയും നേരം നിർഗുണവും ബുദ്ധിശൂന്യവുമായിരുന്ന സ്ക്രിപ്റ്റിനെ ഒന്ന് ജീവൻ വെപ്പിക്കാൻ പോന്നതാണ്. അവിടെ നിന്ന് തിരിച്ചു നോക്കാൻ പറ്റിയാൽ സിനിമയ്ക്ക് ചില ലോജിക്കുകൾ ഇല്ലാതില്ല. പക്ഷെ അത്രയും നേരം ക്ഷമയോടെ ആളുകൾ തിയേറ്ററിൽ ഇരുന്നാൽ ഭാഗ്യം. സാധാരണ സിനിമകളിൽ നായക കഥാപാത്രത്തിന്റെ വീറിനും വാശിക്കും തന്ത്രങ്ങൾക്കും മുന്നിൽ അതുവരെ എതിരിട്ടു നിൽക്കുന്ന നായിക അവസാന സീനിൽ സാഷ്ടാംഗം കീഴടങ്ങുന്നതാണ് കാണാറുള്ളത്. അത്തരത്തിൽ ഒരു നായകബോധം സൃഷ്ടിക്കാതിരിക്കാൻ ലോ പോയിന്റിന്റെ സൃഷ്ടാക്കൾ കാണിക്കുന്ന ശ്രമം തീർച്ചയായും അഭിനന്ദനാർഹം തന്നെ. 2 മുഖ്യ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഈ സംഘർഷം കാഴ്ചക്കാരനെ എൻഗേജ് ചെയ്തു തുടങ്ങുമ്പോഴേക്കും സിനിമ അവസാനിക്കുകയും ചെയ്യും.